വെൽക്കം. അപ്പോൾ ഇത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1-ലുള്ളത് മെട്രിക്സിനെ എങ്ങനെ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇതൊക്കെ 1 മാർക്കിന് 2-3 മാർക്കിന് മാക്സിമം 3 മാർക്കിന് ചോദിക്കാം. പിന്നെ ഡിറ്റർമിനൻ്റ് എന്ന കൺസെപ്റ്റും അത് വെച്ചിട്ട് ക്രാമർ റൂള് എ ഇൻവേഴ്സ് വെച്ചിട്ട് സൊല്യൂഷൻ കാണേണ്ടതും. ഓക്കെ, ഇത് 7 മാർക്കിന് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ റെക്ടാങ്കുലർ ബോക്സിൽ നമ്പേഴ്സിന് റോ ആയിട്ടും കോളം ആയിട്ടും അറേഞ്ച് ചെയ്യപ്പെട്ടത് 2 3 4 1 1 2 3 4 എന്ത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റോസ് എത്ര ഉണ്ട്? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതാണ് റോ. അപ്പോൾ ഇതൊരു റോ ആണ്, ഇതൊരു റോ. അപ്പോൾ മൊത്തത്തിന് എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്. ഇതിന് എത്ര കോളം ഉണ്ട്? 1 2 3 4. അപ്പോൾ കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ. ഓക്കെ, വെർട്ടിക്കലാണ്. അപ്പോൾ ഇതിന് 4 കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെട്രിക്സിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ എഴുതും. അതായത് ഫസ്റ്റ് എഴുതുന്നത് റോ ആണ്, ഇൻറ്റു സെക്കൻഡ് ഉള്ളത് കോളം. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് റോ ആയിരിക്കും, പിന്നെ കോളം ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെട്രിക്സ്, ഇപ്പോൾ ഈ എഴുതിയിരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് റോ ക്രോസ് കോളം ആണ്. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ ഒരു മെട്രിക്സിനെ ഇങ്ങനെ ഒരു ബോക്സ് ഇടണം, എന്നിട്ട് എത്ര റോ വേണമെങ്കിലും ആവാം, എത്ര കോളം വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാൻ A11, ഇത് നമ്പേഴ്സാണ്. ഓക്കെ, A11 A12 A1n. ഓക്കെ, ഇത് സെക്കൻഡ് റോ ആണ്. അപ്പോൾ A21. ഓക്കെ, ഇത് നോക്കിക്കോ, ഇത് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തെ നമ്പറാണിത്. A22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ളതാണ് അല്ലേ. ഇത് സെക്കൻഡ് റോ ആണ്, ഇത് സെക്കൻഡ് കോളമാണ്. ഇത് A21. അപ്പോൾ ഇത് മുകളിൽ നോക്കിയേ, ഇത് ഫസ്റ്റ് റോ ആണ്, അതിൽ nth കോളമാണ്, ഇത് nth കോളമാണ്, ലാസ്റ്റ് ഉള്ളത് nth കോളം. ഇത് സെക്കൻഡ് റോയിലെ nth കോളം. അങ്ങനെ പോയി 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 ലാസ്റ്റ് mth റോ ആണ് വെച്ച് കഴിഞ്ഞാൽ AM1, അതായത് mth റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ളതാണ്. അങ്ങനെ പോയി പോയിട്ട് mth റോയിലെ nth കോളത്തിലുള്ളതാണ്, അതുകൊണ്ട് AMN. അപ്പോൾ ഇതിൻ്റെ എത്ര റോസ് ഉണ്ട്? m റോസ് ഉണ്ട്. അപ്പോൾ m ഉണ്ട്. എത്ര കോളം ഉണ്ട്? n കോളം ഉണ്ട്, n കോളം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ m ക്രോസ് n ആണ്. ഓക്കെ, ഓർഡർ ഇത്രയേ ഉള്ളൂ. ഇത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ബേസിക് കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ റോയും കോളവും ഈക്വൽ ആകുമ്പോൾ നമുക്കത് കറക്റ്റ് സ്ക്വയർ ആവും നമ്മുടെ മെട്രിക്സ്. ഓക്കെ, ഇപ്പോൾ 1 2 3 0. ഇതിൽ എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പോൾ ഇത് സ്ക്വയർ പോലെ കണ്ടോ, ബോക്സായി. ഇതിപ്പോൾ 3 ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നമ്പർ വരും, ഒരു സ്ക്വയർ ആവില്ല. അപ്പോൾ നമുക്ക് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ 2x2 സ്ക്വയർ മെട്രിക്സും അതേപോലെ 3x3 സ്ക്വയർ മെട്രിക്സ്. 3x3 ഇപ്പോൾ എങ്ങനെ വരും? എക്സാമ്പിളാണ്, എന്ത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. 0 1 2 7 3 4 -2 0 8. ഓക്കെ, 3 റോസും 3 കോളംസും അല്ലേ. ഇത് കോളംസ്, ഇത് റോസ്. അപ്പോൾ നമുക്ക് ഇനി ഇത് മാത്രം ഫോക്കസ് ചെയ്ത്, ഇതൊക്കെ സ്ക്വയർ മെട്രിക്സ് ആണ്. 2 ടൈപ്പ് ഓഫ് സ്ക്വയർ മെട്രിക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് 2x2 ഒന്ന് 3x3. ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെ മെട്രിക്സ് ആഡ് ചെയ്യുക നോക്കാം. അപ്പോൾ 2x2 ആദ്യം നോക്കാം അല്ലേ. ഒരു മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിലോ
അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിലോ അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ്ലി എന്താ വരിക, 2/2 അല്ലെങ്കിൽ 3/3 വരാനാണ് ചാൻസ് എന്ന് പറഞ്ഞ് മറ്റേത് വരില്ല എന്നല്ല, വരാം, ചിലപ്പോൾ വരാം, പക്ഷെ ഇതാണ് കൂടുതലും വരിക. ഓക്കെ, അപ്പോൾ 2/2ൻ്റെ 2 എടുത്തിട്ട് ആഡ് ചെയ്യാം. ഞാനത് തൽക്കാലം നമ്പേഴ്സ് ഇടുന്ന വരും എ ബി സി ഡി എന്നുള്ളത്. ഓക്കെ, ഇതിൽ ഇ എഫ് ജി എച്ച് ഇതിനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സും സെയിം ഓർഡർ ആയിരിക്കും. ഓക്കെ, ഇവർ സെയിം ഓർഡർ ആയതുകൊണ്ടാണ് നമുക്ക് ഇവർ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒന്നും ചെയ്യേണ്ട, ഫസ്റ്റ് ഈ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം, അതിലിപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കൊടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എ പ്ലസ് ഇ. ഓക്കെ, ക്ലിയർ. ഇനി ഈ പൊസിഷനിൽ എന്താണ്, ആ പൊസിഷനിലുള്ള ബിയും ഇവിടുത്തെ എഫ് എടുക്കുക, ആഡ് ചെയ്യുക, ബി പ്ലസ് എഫ്. സെയിം. ഇനി അടുത്തത് ജിയും ഇവിടെ സിയും ഉണ്ട്, അപ്പോൾ സി പ്ലസ് ജി. ഇനി അടുത്തത് ലാസ്റ്റിൽ ഡിയും ഉണ്ട്, ഇവിടെ എച്ചും ഉണ്ട്, അത് ആഡ് ചെയ്യുക, ഡി പ്ലസ് എച്ച്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്പേഴ്സ് ആണെങ്കിൽ അത് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്തിട്ട് ആ ആൻസർ എഴുതി വയ്ക്കുക. ക്ലിയർ, സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇവിടെ സബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പ്ലസ്സിനെ മാറ്റിയിട്ട് മൈനസ് ഇടുക. ഓക്കെ, ഇത് ഭയങ്കര ബേസിക് ആണ്, അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുന്നു. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ്റെ മുന്നേ നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് മെട്രിക്സുകളെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ്, അത് ഇതാ. അപ്പോൾ 1 -1 -3 0 എടുത്തു. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ ഒരു നമ്പർ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 3a എന്താണ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത് ഉദ്ദേശം എന്താ, ഈ 3 കൊണ്ട് നമ്പറിനെ ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഈ 3 എടുത്തിട്ട് ഈ ഓരോ എലമെൻസിനും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 3 × 1 3, 3 × -1 -3, 3 × ഇവിടെ എത്രയാണ്, -3 ആണല്ലേ. 3 × -3 എത്രയാ, -9. 3 × 0 എത്രയാ, 0. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് 5 × a ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ലേ, 5 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. -7 × a ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ലേ, പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 1 മാർക്കിന് വരാം. ഇവരുടെ കോമ്പിനേഷൻ ആയിട്ടും വരാം. ഇപ്പോൾ എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, 1 0 0 1. ഇങ്ങനത്തെ ഒരു മെട്രിക്സിന് നമ്മൾ ഡയഗണൽ 1 ആവുന്ന മെട്രിക്സ് നമ്മൾ യൂണിറ്റ് മെട്രിക്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. ബി എന്ന് പറയുന്നത് 7 1 8 0. ഫൈൻഡ് a + 3b എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ആദ്യം ഈ ബി എന്ന മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3b കണ്ടുപിടിക്കണം. ഓക്കെ, 3b എന്ന് പറഞ്ഞാൽ ഓരോന്നിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ, 21 3 24 0 കിട്ടിയില്ലേ. ഇനി എ ഇവരുടെ കൂടെ ആഡ് ചെയ്യുക. എ എന്ന മെട്രിക്സ് നിനക്ക് ആഡ് ചെയ്യാൻ നമുക്കറിയാം, അപ്പോൾ എന്ത് ചെയ്യാം, ഇവരുടെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1ഉം 21 ആഡ് ചെയ്താൽ 22, 0യും 3യും ആഡ് ചെയ്താൽ 3, 0യും 24 ആഡ് ചെയ്ത് 24 തന്നെ, 1ഉം 0യും ആഡ് ചെയ്ത 1. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻസ് ആയിട്ട് വരാം. കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ 2 മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഓർഡർ ഫുള്ളായിട്ട് സെയിം ആവണമെന്നില്ല. ഇപ്പോൾ എ എന്നൊരു മെട്രിക്സ്, ഇത് ബി എന്ന മെട്രിക്സ് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് മെട്രിക്സ്, ഇത് രണ്ടാമത്തെ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതിനും റോ ഉണ്ട് കോളം ഉണ്ട്, ഇതിനും റോ ഉണ്ട് കോളം ഉണ്ട് അല്ലേ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഈ കോളത്തിൻ്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയിൻ്റെ എണ്ണവും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ
അതായത് ഇപ്പോൾ എം ക്രോസ് എൻ, ഇത് എൻ ക്രോസ് പി ആണെങ്കിൽ ഇവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എം ക്രോസ് എന്നും എൻ ക്രോസ് പി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇത് ക്രോസ് ഇതായിരിക്കും, എം ക്രോസ് പി ആയിരിക്കും. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. അതായത് ഇപ്പം നമുക്ക് ഒരു 2 ക്രോസ് 3 മെട്രിക്സ് എടുക്കാം. 2 ക്രോസ് 3 എന്ന് പറഞ്ഞാൽ 2 റോസും 3 കോളംസ്. 1 2 3 0 -1 -2. അപ്പോൾ ഇതിന് 3 കോളം ആയിട്ടുണ്ട്, 2 റോ ആയിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു. അപ്പോൾ ഈ മെട്രിക്സിൽ എന്തുണ്ടാവണം? 3 ക്രോസ് സംതിങ് ആയിരിക്കണം അല്ലേ? ഇതിൻ്റെ റോസ് 3 എന്തായാലും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് 3 cos 2 എടുക്കാം. അതായത് 2 കോളം മതി. ഇപ്പോൾ 1 0 -1 3 -7 4 അല്ലേ? ഇപ്പോൾ 2 കോളം ഉണ്ട്, 3 റോ ഉണ്ട്. അപ്പോൾ ഇവർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇതിൻ്റെ കോളവും ഇതിൻ്റെ റോയും സെയിം ആയി. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അതായത് ഇങ്ങനെ, ഇതിൻ്റെ ഇങ്ങനെ. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്മൾ ഹൊറിസോണ്ടലി പോകണു, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്മൾ വെർട്ടിക്കലി പോകണു, ചോട്ടിക്കും. മെട്രിക്സ് മൾട്ടിപ്ലൈ എ ഇൻറ്റു ബി ചെയ്യണമെങ്കിൽ എനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. ഇത് എഴുതരുത്, ഇത് നമ്മൾ പഠിക്കാൻ മാത്രം. ഓക്കെ, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസൾട്ടൻറ്റ് മെട്രിക്സ് എത്രയുണ്ട് ഓർഡർ? ഇവിടെ റിസൾട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഓർഡർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഇവിടെ ഈ 2ഉം യൂസ് ചെയ്യാത്ത 2 2 ക്രോസ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് 4 പൊസിഷൻസ് ഉണ്ട്. 1 2 3 4. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഫസ്റ്റ് ഇങ്ങനെയും പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ റോ എടുക്കുക. റോ പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിൻ്റെ കോളം ഫസ്റ്റ് കോളം എടുക്കുക. 1 -1 7. ഓക്കെ, ഇവർ ഈ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതേണ്ടതാണ് ഇവിടെ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ടതാണ് ഇവിടെ. ഓക്കെ, ഇനി ഫസ്റ്റ് റോൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇതിലത്തെയും ഫസ്റ്റ് റോൻ്റെ കഴിയും. അതിൻ്റെ സെക്കൻഡ് റോ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെയാണ് ഇത് രണ്ടെണ്ണത്തിൽ ഫില്ല് ചെയ്യണം. സെക്കൻഡ് റോ എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ആയിട്ട് ഫസ്റ്റ് കോളമായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ എഴുതും. സെക്കൻഡ് റോ എടുത്തിട്ട് സെക്കൻഡ് കോളത്തെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എഴുതും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാൻ ആ പ്രോബ്ലം എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് എഴുതാം, നോക്കാം. ഞാൻ അതൊന്നും കൂടി എഴുതാം. ഓക്കെ, നമ്പേഴ്സ് ഞാൻ തൽക്കാലം മാറ്റുന്നുണ്ട്. 1 2 3 -1 0 4 1 -1 7 2 -1 0. ഓക്കെ, അപ്പോൾ ഇത് 2/3ഉം ഇത് 3/2 ആണ്. നമുക്ക് അപ്ലൈ ഉദ്ദേശിച്ച പോലെ കിട്ടാൻ 3 മെട്രിക്സിൻ്റെ ഓർഡർ 2 ക്രോസ് 2 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ എന്താണ്? ഫസ്റ്റ് റോയും ഇതും മൾട്ടിപ്ലൈ ചെയ്യണം പറഞ്ഞു അല്ലേ? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക. 1 × 1 1 × 1 എത്രയാ? 1 പ്ലസ് ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് രണ്ടാമത്തത് എടുക്കുക. 2ഉം 7ഉം 2 × 7 14 പ്ലസ്. ഇനി അടുത്തത് 3ഉം -1 3 × -1 -3. ഇപ്പോൾ ഇവർ ചെയ്താൽ മതി, ഇവർ ആഡ് ചെയ്തിട്ട് ഇത് 1 + 14 15 15ന്ന് -3 ആഡ് ചെയ്യുക. അതായത് 15 - 3 15 - 3 പറഞ്ഞാൽ അത് 12 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 12, ഫസ്റ്റ് സാധനം 12 ആയി. ഇനി രണ്ടാമത്തത് എന്തായിരുന്നു? ഇവിടെ എന്തായിരുന്നു? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും. അപ്പോൾ 1 × -1 പ്ലസ്. ഇനി അടുത്തത് 2ഉം 2 × 2 4 പ്ലസ്. ഇനി അടുത്തത് 3ഉം 0. എത്ര വരും? 0. അപ്പോൾ -1 + 4 എന്ന് പറഞ്ഞാൽ 4ന്ന് 1 കുറയ്ക്കുക 3. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്
ഇനി സെക്കൻഡ് റോ ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിൻ്റെ എടുക്കുക, ഇതെടുത്തിട്ട് ഫസ്റ്റ് റോയിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. സെക്കൻഡ് റോ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതുന്നു. അപ്പം -1 × 1 -1 പ്ലസ് 0 × 7 0 പ്ലസ് 4 × -1 എത്രയാണ് -4. അപ്പോൾ -1ഉം -4ഉം ഉണ്ട്, ആഡ് ചെയ്യണം. അപ്പോൾ -5. ഇനി ലാസ്റ്റ് ഇവിടെ -1 × -1 പ്ലസ് 1 പ്ലസ് 0 × 2 ചെയ്താലും 0 വരും, 4 × 0 ചെയ്താലും 0 വരും. അപ്പോൾ ആൻസർ എന്താ 1. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ. സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നമുക്ക് 3/3 തന്നെ എടുത്ത് ചെയ്യാം കേട്ടോ. 3/3ഉം 3/1 ചെയ്യാം. അത് നിങ്ങൾക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് 1 0 2 1 1 1 -2 3 4 0 8 4. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ, ഇതും സെയിം ആണ്. ഇനി കിട്ടാൻ പോകുന്ന മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൻ്റെ മെട്രിക്സ് എത്രയായിരിക്കും? ഇതും 3 × 1. 3 × 1 എന്ന് പറയുമ്പോൾ 3 റോയും ഒറ്റ കോളവും അല്ലേ? ഓക്കെ, അപ്പോൾ അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളമാണ് നോക്കേണ്ടത്. ഇതിൽ ഒറ്റ കോളം ഉള്ളൂ. അപ്പോൾ ഈ റോ എടുത്ത് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ് ചെയ്ത്, രണ്ടാമത്തെ റോ എടുക്കുക കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുക സെക്കൻഡ് ചെയ്ത്, മൂന്നാമത്തെ റോ എടുക്കുക കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുക തേർഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യൂ. എങ്ങനെ? 1 × 1 ഞാൻ തൽക്കാലം പുറത്ത് എഴുതുന്നുണ്ട്. 1 പ്ലസ് 1 × 0 0 പ്ലസ് 1 × 2 2. ഇപ്പോൾ 1 + 2 3 ആണ് ആദ്യത്തെ. ഇനി അടുത്ത് രണ്ടാമത്തെ റോ അല്ലേ, -2 × 1 -2. രണ്ടാമത്തെ എപ്പോഴും ഇവിടെ 0 ആയതുകൊണ്ട് 0. 3 × 0 0. 2 × 4 8. -2ഉം 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 വരും. ഇനി അടുത്തത് ലാസ്റ്റ് 0 × 1 0, 8 × 0 0, 4 × 2 8. അപ്പോൾ ഇവിടെ 8 വരും. ഇതാണ് ആൻസർ. ക്ലിയർ? മൾട്ടിപ്ലൈ ചെയ്യാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു ചെറിയ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ട്രാൻസ്പോസ്. ഓക്കെ, അത് ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതുകൊണ്ട് പറയുന്നതാണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ എ എന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിനെ നമ്മൾ എ ട്രാൻസ്പോസ് എന്ന് വിളിക്കും, AT എന്നിടും. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന മെട്രിക്സ് ഇപ്പോൾ 2 3 4. ഓക്കെ, ഇത് 9 ആയി തോന്നുന്നുണ്ടോ? 9 1 0 1. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചിടുക. ഇതിൻ്റെ റോയിനെ കോളാക്കി എഴുതുക. ഇതിൻ്റെ റോ 2 3 9 അല്ലേ, അപ്പോൾ അതിനെ കോളാക്കി എഴുതുക 2 3 9. പിന്നെന്താ ഉള്ളത്? 1 0 1 ഉണ്ട്, അതും റോ ആണ്, അതിനെ കോളാക്കിയത് 1 0 1. ഇതാണ് അതിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ തിരിച്ചു വരും. ഓക്കെ, റോയിനെ കോളമാക്കി എഴുതുക, അത്ര ചെയ്താൽ മതി ട്രാൻസ്പോസിന്. ഓക്കെ, ശരി. ഇനി ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഡിറ്റർമിനൻറ്റ് നമുക്ക് ആകെ ഈ 2/2ലും 3/3ലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്വയർ മെട്രിക്സിലേ ചെയ്യാൻ പറ്റുള്ളൂ. 4/4ലൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ആകെ 2/2ഉം 3/3 ഉള്ളൂ. അപ്പോൾ ആദ്യം 2/2, ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനൻറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ പ്രോബ്ലംസ് എല്ലാം. ഓക്കെ, അപ്പോൾ 2/2 ഡിറ്റർമിനൻറ്റ്. 2/2 ഡിറ്റർമിനൻറ്റ് എങ്ങനെ ചെയ്യാം? പ്രോബ്ലം എന്ന് വെച്ചിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ആദ്യം ABCD യൂസ് ചെയ്യാം. ABCD. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണൂ. ഡിറ്റർമിനൻറ്റ് കാണാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ 2 വരയായിരിക്കും. ഇങ്ങനെയൊക്കെ വരയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് മെട്രിക്സ് ആണ്. ഇങ്ങനെ ഒരു വര വന്നു കണ്ടോ? ഇത് ഇങ്ങനെ വെറും വരകൾ, സ്ട്രെയിറ്റ് വരകളാണെങ്കിൽ ഇത് ഡിറ്റർമിനൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് 2/2 ആണല്ലേ. 2/2 ഡിറ്റർമിനൻ്റ് കാണാൻ ഒന്നും ചെയ്യാൻ എളുപ്പമാണ്. ഇവരെ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. തിരിച്ചാവരുത് കേട്ടോ. ആദ്യം B × A തന്നെ, B × D, സോറി B അല്ല,
എ ഇൻറ്റു ഡി തന്നെ ചെയ്യണം. ഓക്കെ, ഡിറ്റർമിൻ്റ് എ എന്ന് പറയുന്നത് എ ഇൻറ്റു ഡി. ഓക്കെ, ഫസ്റ്റ് ഈ മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ്, എപ്പോഴും ഇവിടെ മൈനസ് ആണ് കേട്ടോ, പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു ബി ഇൻറ്റു സി. ഓക്കെ, ഇതാണ് ഡിറ്റർമിൻ്റ്. ഓക്കെ, സിമ്പിളാണ്. 2/2 എ ഇൻറ്റു ഡി. ഓക്കെ, ആദ്യം ഇങ്ങോട്ട് മൈനസ് ഇങ്ങോട്ട്. അപ്പോൾ ഇതാ പ്രോബ്ലം 2 3 0 1 ഡിറ്റർമിൻ്റ് എ ആണ്. അപ്പോൾ ഡിറ്റർമിൻ്റ് കാണൂ. ഡിറ്റർമിൻ്റ് പറഞ്ഞ ഉദ്ദേശിച്ചത് 2 3 0 1 ഇങ്ങനെ വരയിട്ടത് എന്താണ്? 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു 0 എത്ര വരും? 0. 2 മൈനസ് 0 പറഞ്ഞാൽ 2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് വരുന്നത്. ഇപ്പോൾ 2 3 0 എക്സ് ഈക്വൽ ടു ഒരു നമ്പർ, ഫൈൻഡ് എക്സ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടോ? ഇത് ഡിറ്റർമിനൻ്റ് ആണ്, മെട്രിക്സ് അല്ല. 4 ആണ് തന്നിട്ടുണ്ട്. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ എക്സ് കാണും. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് ഡിറ്റർമിൻ്റെ ഫോർമുല അറിയാം. 2 ഇൻറ്റു എക്സ് 2x മൈനസ് 3 ഇൻറ്റു 0 0. ഇതാണ് ഡിറ്റർമിനൻ്റ്. ഇതിൻ്റെ ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് കാണാൻ പറ്റില്ലേ? 2x ഈക്വൽ ടു 4 അല്ലേ കിട്ടിയേ? എക്സ് കാണുന്നത് എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെയുള്ള നമ്പേഴ്സിനൊക്കെ മറ്റേ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ഇൻറ്റു ആണ്, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. 4/2 എന്ന് പറഞ്ഞാൽ 2. ഇപ്പോൾ എക്സ് കിട്ടി. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഇത് കുറച്ച് വലുതാക്കിയിട്ട് ചോദിക്കും. 3/3 ഒക്കെ ചോദിക്കുമ്പോൾ അത് 3 മാർക്കിൻ്റെ അതിൽ ചോദിക്കും. ഇനിയിപ്പോൾ ഇപ്പുറത്തും നമ്പർ ആവണമെന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ശരി. അപ്പോൾ ഇവിടെയും ഡിറ്റർമിനൻ്റ് കാണാം, ഇവിടെയും ഡിറ്റർമിനൻ്റ് കാണാം. എന്നിട്ട് എക്സിനെ ഒരു സൈഡിലേക്ക് ഗ്രൂപ്പ് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, ചെയ്യണോ അത്? 1 ഇൻറ്റു എക്സ് എക്സ് മൈനസ് 3 ഇൻറ്റു 2 6. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. 0 ഇൻറ്റു 7 0. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 6 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ എക്സ് മൈനസ് 6നെ നമുക്ക് ഒരു സൈഡിൽ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, തൽക്കാലം ഇത്ര എഴുതിയാൽ മതി. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇത് നമുക്ക് ശരിക്കും ചെയ്യാം, പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആവും, കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. തൽക്കാലം ഇതുവരെ മതി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2/2ൻ്റെ ഡിറ്റർമിനൻറ്റ് പഠിച്ചു. ഇനി 3/3ൻ്റെ കൂടി പഠിക്കുന്നു. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. 3/3 ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമർ റൂൾ ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. എ എന്ന മെട്രിക്സ് നമുക്ക് 1 2 3 0 4 6 -1 0 7 അല്ലെങ്കിൽ -7. ഇത് എന്താണ്? ഇങ്ങനെയുള്ളത് കൊണ്ട് ഇത് ഡിറ്റർമിനൻ്റ് അല്ല, മെട്രിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ കാണൂ. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ തരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ വരയിട്ടിട്ട് തരും. ഇതൊക്കെ അർത്ഥം എന്താ? ഡിറ്റർമിനൻ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു റോയോ അല്ലെങ്കിൽ കോളമോ ചൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇത് പഠിച്ചു വെക്കാം. ഈ ഒരു റോ ഫസ്റ്റ് റോ ചൂസ് ചെയ്യുന്നു എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ടത് ആ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 2/2 ഡിറ്റർമിനൻറ്റിൻ്റെ സ്പേസ് കൂടെ. പിന്നെ എന്താ ഉള്ളത്? 2 ഉണ്ട്, രണ്ടാമത്തെ നമ്പർ ഉണ്ട്, അതിനും ഒരു 2/2 സ്പേസ് വിടും. പിന്നെ ഉള്ളത് 3 ആണല്ലേ, അപ്പോൾ അതിനും 3യുടെ ഡിറ്റർമിനൻറ്റ് സ്പേസ് വിടും. ഓക്കെ, ഇനി ഇവിടെ ഇവരുടെ സൈൻ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ ഒരു പ്ലസ് മൈനസ് പ്ലസ് ചേർക്കുക. ഓക്കെ, ഇവിടെ -2 എന്തോ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലസ്
എപ്പോഴും അങ്ങനെയാണ്, പ്ലസ് മൈനസ് പ്ലസ് ചേർക്ക്, എക്സ്ട്രാ ചേർക്ക്, ഉള്ളതിൻ്റെ കൂടെ ചേർക്ക്. ഇനി ഈ ഡിറ്റർമിനന്റുകളിൽ ഉള്ളിൽ എന്ത് വരും? ഫസ്റ്റ് ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? ഫസ്റ്റ് എലമെൻറ്റ്, ഈ എലമെൻറ്റ് എടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി വരുന്നത് എന്തൊക്കെയായിരിക്കും? ഇവരായിരിക്കും അല്ലേ? അത് എഴുതുക. 4 6 0 -7. ഇനി അടുത്തത് 2 എന്ന് പറയുന്നത് ഈ എലമെൻറ്റിൻ്റെ റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എന്താ വരിക? ഇതും അല്ലേ വരിക? 2ൻ്റെ റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ 0 -1 6 -7. ഇനി അടുത്തത് 3ൻ്റെ എന്താ വരിക? ഞാൻ മുകളിൽ നിന്ന് നോക്കുന്നു. 3ൻ്റെ എന്താ വരിക? ഇതും ഒഴിവാക്കിയത്, 3ൻ്റെ റോയും കോളം ഒഴിവാക്കി ബാക്കി ഇതല്ലേ വരിക. അപ്പോൾ 0 -1 4 0. ഓക്കെ, ഇപ്പം എന്താ 1 ഇവിടെ ഇങ്ങനെ ഒന്നുമില്ലാത്തത് ഇൻറ്റു ആണ് കേട്ടോ അർത്ഥം. ഇവിടെയും ഇൻറ്റു ആണെന്ന് അർത്ഥം. ഇത് 2/2 ഡിറ്റർമിൻ്റ് ആണ്. ഇതായത് 2/2 ഡിറ്റർമിൻ്റ്, 2/2 ഡിറ്റർമിൻ്റ് നിങ്ങൾക്ക് ചെയ്യാറിയില്ലേ 2/2. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 2/2 ഡിറ്റർമിൻ്റ് എങ്ങനെ ചെയ്യുക? ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × -7 -28 മൈനസ് 0 × 6 0. ഫസ്റ്റ് ഡിറ്റർമിൻ്റ് ചെയ്തു. ഇനി -2 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടോളൂ. 0 ഇല്ലേ? ഇനി ഇവിടെ ഡിറ്റർമിൻ്റ് 0 × -7 0 മൈനസ് -1ഉം 6ഉം ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരിക? -6 പ്ലസ് ഇനി അടുത്തത് 3 അല്ലേ ഉള്ളത്? 3 ഇൻറ്റു ഇവരുടെ ഡിറ്റർമിൻ്റ് 0 × 0 0 മൈനസ് 4 × -1 -4. ഓക്കെ, പിന്നെ സോൾവ് ചെയ്താൽ മതി. ഈ ബ്രാക്കറ്റിലുള്ളത് സിംഗിൾ ആക്കിയിടുക. ഇവിടെ -28 അല്ലേ? അപ്പോൾ 1 × -28 -28. ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ 6 ആയി. ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ 6 ആയി. 6ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12. പിന്നെ ഈ മൈനസും ഉണ്ടല്ലോ, അപ്പോൾ -12 പ്ലസ് ഇവിടെ ഈ മൈനസും പ്ലസ് ആയി. 3 × 4 12. ഓക്കെ, ഇനി ഇവരെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ കുത്തിയാൽ മതി. ഈ -12ഉം 12ഉം പോയി ബാക്കി ആൻസർ -28. ക്ലിയർ? 3/3 ഡിറ്റർമിൻ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 7 മാർക്കിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ക്രാമർ റൂള് അതുപോലെ A ഇൻവേഴ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ. ഇത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് 99% വരാൻ ചാൻസ്. ഇപ്പോൾ ക്രാമർ റൂള് A ഇൻവേഴ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ സാധനങ്ങളെ സോൾവ് ചെയ്യാനാണ്. ഓക്കെ, ഇതിലൊരു 3 എണ്ണത്തിൻ്റെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ -2x plus 6y minus z equal to 10, 6x plus 5y plus 4z equal to -11, 3x plus 6y plus 2z equal to -2. ഇതിനെ സോൾവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മേ ബി ഒന്നല്ലെങ്കിൽ സോൾവ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സോൾവ് യൂസിങ് ക്രാമർ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോൾവ് യൂസിങ് ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴൊക്കെ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത്? ക്രാമർ റൂളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഇങ്ങനെ A ഇൻവേഴ്സ് വെച്ചിട്ട് ചെയ്യേണ്ട ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ A ഇൻവേഴ്സ് ചെയ്യാൻ നോക്കുക. ഓക്കെ, A ഇൻവേഴ്സിൻ്റെ 2 ഉണ്ടാവുള്ളൂ, ചെറുതായിരിക്കും. 2x plus 3y equal to 5. ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ, വേറെ നമ്പേഴ്സും ആവാം. ഇതുണ്ടോ, ഇതിനെ സോൾവ് യൂസിങ് A ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരിൽ മെട്രിക്സ് ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ടും ഒപ്പം ചെയ്ത് നോക്കാം, കുറച്ചൊപ്പം ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിൽ
എ എന്നൊരു മെട്രിക്സ് ഉണ്ടാക്കണം. ഇവിടെ എത്ര ഇക്വേഷൻസ് ഉണ്ട്? 1 2 3 3 ഇക്വേഷൻസ് ഉണ്ട്. എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ് വൈ സെഡ് 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇതിന് 3/3 മെട്രിക്സ് വരും. ഇവിടെ എത്ര ഉണ്ട്? അപ്പുറത്ത് പ്രോബ്ലത്തിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? എക്സ് വൈ ഉള്ളൂ, 2 ഇക്വേഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2/2 ഡിറ്റർമിൻഡ് 2/2 മെട്രിക്സാണ് വരിക. ഓക്കെ. ഇനി ഈ എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഈ എക്സുകളുടെ ഇതുണ്ടോ, എക്സുകളുടെ കൂടെയുള്ള നമ്പേഴ്സ്. ഓക്കെ, ഇത് മൈനസ് അല്ല കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ ആരോ ഇട്ടതാണ്. അപ്പോൾ എക്സുകളുടെ നമ്പേഴ്സുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് -2 തന്നെയാണ്, -2 6 3. ഇനി രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് വൈകളുടെ കോഎഫിഷ്യന്റ് 6 5 6. മൂന്നാമത്തെന്ന് പറയുന്നത് എന്താ? അവിടെ -z എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. -z എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 1 ഉണ്ട്. -z എന്ന് പറഞ്ഞാൽ -1 × z ആണ്. ഓക്കെ, ഇപ്പോൾ -1 ആണ് അവിടെ ഉണ്ടാകുക. ഇവിടെ മിസ്റ്റേക്ക് വരാൻ പലർക്കും ചാൻസ് ഉണ്ട്. z എന്നൊക്കെ എഴുതി വയ്ക്കും. z എന്നൊന്നും എഴുതരുത്. അതിൻ്റെ കൂടെയുള്ള നമ്പർ 1 ആണ്. പിന്നെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ 4z ആണ്. അപ്പോൾ ഇവിടെ 4, പിന്നെ ഉള്ളത് 2 ആണ്. അപ്പോൾ എ എന്ന മെട്രിക്സ് റെഡിയായി. ഫസ്റ്റ് അപ്പോൾ ഇത് ചെയ്യേണ്ടത് എ എന്ന മെട്രിക്സ് ഉണ്ടാക്കുക. ക്രാമർ റൂളിലാണെങ്കിലും എ ഇൻവേഴ്സിൻ്റെ പ്രോബ്ലത്തിലാണെങ്കിലും ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് എ എന്ന മെട്രിക്സ് ആണ്. ഓക്കെ, എ എന്ന മെട്രിക്സ് എങ്ങനെ ഉണ്ടാക്കി? ഫസ്റ്റ് കോളം എക്സിൻ്റെ കോഎഫിഷ്യൻസ്, എക്സിൻ്റെ കൂടുതൽ നമ്പേഴ്സ്. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻസ്. തേർഡ് എന്ന് പറയുന്നത് സെഡിൻ്റെ കോഎഫിഷ്യൻസ്. അതിൽ സെഡ് മാത്രമേ ഉള്ളൂ വെച്ചാൽ അതിൻ്റെ കൂടെയുള്ള നമ്പർ 1 ആണ്. പിന്നെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലത്തിൽ എ പറഞ്ഞേ, എക്സ് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻസ്. ഇവിടെ 2 ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് എന്ന് മാത്രമേ ഉള്ളതുകൊണ്ട് 1x എന്നാണ് അർത്ഥം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് വൈൻ്റെ കോഎഫിഷ്യൻസ് ആണ് അടുത്ത കോളം 3. ഇവിടെ എത്രയുള്ളത്? വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 ആണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ്. നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കിയില്ലേ? എ എന്ന മെട്രിക്സ് ഉണ്ടാക്കി, രണ്ടിലും ഉണ്ടാക്കി. ഓക്കെ, ഇനി എപ്പോഴും ഇവിടെ എക്സ് എന്നൊരു മെട്രിക്സ് വേണം, വലിയ ക്യാപിറ്റൽ എക്സ്. അത് വേരിയബിൾസിനുള്ളതാണ്. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ് വൈ സെഡ്. ഇവിടെ എക്സിന് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉള്ളൂ. അപ്പോൾ എക്സ് വൈ. ഓക്കെ, ഇനി നമുക്ക് ക്രാമർ റൂൾ മാത്രം ചെയ്യാം തൽക്കാലം. ഇനി ബാക്കി ഇതവിടെ പുറത്ത് കുറച്ച് നമ്പേഴ്സ് ഉണ്ടല്ലേ, 10 -11 2 -2. അവർക്ക് വേറൊരു മെട്രിക്സ് ആക്കണം. അതിന് പേര് കൊടുക്കുന്നുണ്ട് ഡി. അതിനെന്തൊക്കെയാണ്? 10 -11 -2. അതിനൊരു മെട്രിക്സ് ആക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ എ കിട്ടിയിട്ടുണ്ട്, എക്സ് കിട്ടി, എ കിട്ടിയിട്ടുണ്ട്, എക്സ് കിട്ടിയിട്ടുണ്ട്, ഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എയുടെ ഡിറ്റർമിനൻ്റ് കാണണം. ഓക്കെ, ഞാനിത് ചെയ്യുന്നില്ല കാരണം വീഡിയോ ലെങ്ത് കൂടും, നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും. ഡിറ്റർമിനൻ്റ് കാണാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നു. ഇതാണ് ഡിറ്റർമിനൻ്റ് കിട്ടിയത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 3 മെട്രിക്സ് ഉണ്ടാക്കണം. A1 A2 A3 അങ്ങനെ 3 മെട്രിക്സ് ഉണ്ടാക്കണം. ആ മെട്രിക്സ് ഉണ്ടാക്കാനും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കഴിഞ്ഞു. A1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോളം എന്തായിരിക്കും? ഈ ഡി ആയിരിക്കും. ഓക്കെ, ഡി എന്താണ്? 10 -11 -2. ഓക്കെ, ബാക്കി എന്താന്ന് പറയാം. A2 എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ രണ്ടാമത്തെ കോളം ഡി ആയിരിക്കും. ഓക്കെ, 10 -11 -2. A3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കോളം എന്തായിരിക്കും? ഡി ആയിരിക്കും. ഓക്കെ, 10
-11 2. ഓക്കെ, ഇനി ബാക്കി എന്താണെന്നല്ലേ, ഇതൊക്കെ A1 A2 A3 എന്നല്ലേ പറയുന്നത്. അപ്പോൾ എന്റെ റിലേറ്റഡ് ആണ് അല്ലേ എല്ലാം. അപ്പോൾ ബാക്കി സ്പേസിൽ എന്റെ ബാക്കി ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ A1 ഫസ്റ്റ് കോളം ഫില്ലായില്ലേ, അപ്പോൾ ബാക്കിയുള്ളത് 5 1 ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുക. ഓക്കെ, 6 -1 5 4 6 2. ഇനി ഇവിടെ എന്റെ ആ ഭാഗത്തുള്ളത് ഫില്ല് ചെയ്യുക. എന്താണ്? -2 6 6 5 3 6. ഓക്കെ, ഇതിലും അതേപോലെ എന്റെ ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും ഫില്ല് ചെയ്യുക. എ നോക്കി ഫില്ല് ചെയ്യുക. അതായത് എ എന്ന മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തെ റീപ്ലേസ് ചെയ്ത് ഡി കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A1 കിട്ടും. എ എന്ന മെട്രിക്സിലെ സെക്കൻഡ് കോളത്തെ മാറ്റിയിട്ട് ഡി കൊണ്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് A2 കിട്ടും. എ എന്ന മെട്രിക്സിനെ തേർഡ് കോളത്തിൽ ഡി എന്ന മെട്രിക്സ് ഉൾപ്പെടുത്തുക. എ എന്ന മെട്രിക്സിന്റെ തേർഡ് കോളത്തെ മായ്ച്ചിട്ട് ഡി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഡിത്തെ എലമെന്റ്സ് എഴുതുക. അങ്ങനെയാണെങ്കിൽ അത് A3 കിട്ടും. ഓക്കെ, അങ്ങനെ 3 മെട്രിക്സ് കിട്ടിയോ? ഈ 3 മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻ്റ് കാണണം. അതുകൊണ്ടാണ് ഇത് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറ്റുമെങ്കിൽ A ഇൻവേഴ്സിൻ്റെ പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഡിറ്റർമിനൻ്റ് കാണാൻ ഞാൻ ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് കാണാൻ അറിയാം, അതുകൊണ്ട് തന്നെ എഴുതുന്നില്ല. ഞാൻ തൽക്കാലം ഇതാണ് ഡിറ്റർമിനൻ്റ് എന്ന് അസ്യൂം ചെയ്യുന്നു. A3ൻ്റെ ഡിറ്റർമിനൻ്റ് ഡെൽറ്റ A3. ഓക്കെ, എന്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? ഡെൽറ്റ. ഇതിന് ഡെൽറ്റ എന്നാണ് കേട്ടോ വായിക്കുക. A1ൻ്റെ ഡിറ്റർമിനൻ്റ് ഡെൽറ്റ 1, A2ൻ്റെ ഡിറ്റർമിനൻ്റ് ഡെൽറ്റ 2, A3ൻ്റെ ഡിറ്റർമിനൻ്റ് ഡെൽറ്റ 3. അങ്ങനെയാണെങ്കിൽ സോൾവ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോൾവ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താണ്, വൈൻ്റെ വാല്യൂ എന്താണ്, സെഡിൻ്റെ വാല്യൂ എന്താണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ 1, നമുക്ക് ഡിറ്റർമിനൻ്റ് 1 കിട്ടിയിട്ടുണ്ട് അല്ലേ, അതിൻ്റെ നമ്പർ ബൈ ഡിറ്റർമിനൻ്റ് എ ഡെൽറ്റ. ഓക്കെ, അത് ഞാൻ എഴുതുന്നു. ഡിറ്റർമിനൻ്റ് A1 ബൈ ഡിറ്റർമിനൻ്റ് എ. ഇനി അടുത്തത് y എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് A2 ബൈ ഡിറ്റർമിനൻ്റ് എ. A2 പറയുന്നത് ഡെൽറ്റ 2 എന്നൊരു നമ്പർ ബൈ ഡെൽറ്റ. സെറ്റപ്പ് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം അല്ലേ, ഡിറ്റർമിനൻ്റ് A3 ബൈ ഡിറ്റർമിനൻ്റ് എ. ഓക്കെ, അതെന്ത് വരും? ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. ഇപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡിറ്റർമിനൻ്റ് കാണാൻ അറിയണം. ആദ്യം എ എന്ന മെട്രിക്സ് ഉണ്ടാക്കണം, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് A1 A2 A3 ഉണ്ടാക്കുക. ഓരോന്നിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക, എന്നിട്ട് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുക. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് എടുത്ത് വീണ്ടും കാണുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2/2 പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഞാൻ അതൊന്നും കൂടി എഴുതാം. 2x സോൾവ് ഇത് ചെയ്താൽ മതിയിട്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ 2/2ൻ്റെ എ ഇൻവേഴ്സ് വെച്ചിട്ട് കാണാൻ ഓർ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്രാമർ റൂളിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്ന് ആദ്യം എന്തുണ്ടാക്കി? എ ഉണ്ടാക്കി അല്ലേ. എ എങ്ങനെ ഉണ്ടാക്കിയ? 2 എക്സിൻ്റെ നമ്പേഴ്സ് 2 1 3 1. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഇൻവേഴ്സ് വെച്ചിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി എ ഇൻവേഴ്സ് കാണണം. ഓക്കെ, എ ഇൻവേഴ്സ് കാണാൻ എ ഇൻവേഴ്സിൻ്റെ ഫോർമുല അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അഡ്ജോയിൻറ്റ് കാണാനുള്ള ഷോർട്ട് കട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എ ഇൻവേഴ്സിൻ്റെ റിസൾട്ട് ഇത് എഴുതി വെക്കണം കേട്ടോ. അത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കരുത്. അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്ന് എഴുതണം. എ ഇൻവേഴ്സ് ഈക്വൽ ടു. ഇനി അഡ്ജോയിൻറ്റ് എ എങ്ങനെ കാണും? അഡ്ജോയിൻറ്റ് എ കാണാൻ ഒന്നുമില്ല, ശ്രദ്ധിക്കുക കേട്ടോ. എയിൻ്റെ ഈ ഡയഗണൽ ഉണ്ടല്ലോ, ഈ ഡയഗണലിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക.
ഓക്കെ, ഈ ഡയഗണലിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്താ വരും? ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. ഇവിടെ 2ഉം 1ഉം അല്ലേ, അപ്പോൾ ഇവിടെ 1ഉം 2ഉം വരും. ഓക്കെ, ഇനി മറ്റേ ഡയഗണൽ ഉണ്ടല്ലോ, അവരെ ഒന്നും ചെയ്യണ്ട, അവരുടെ സൈൻ എന്താണോ അതൊന്ന് മാറ്റി എഴുതുക. ഇവിടെ രണ്ടും പോസിറ്റീവാണ്, 1ഉം 3ഉം പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ -1 -3 ചെയ്തു. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് അഡ്ജോയിൻ്റ്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇതിന് മെയിൻ ഡയഗണൽ എന്ന് വിളിക്കും. അപ്പോൾ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. രണ്ടാമത്തെ ഡയഗണലിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നില്ല, അവരുടെ സൈൻ എന്താണോ അത് മാറ്റുക. ഇതാണ് അഡ്ജോയിൻ്റ്. ഇനി ഡിറ്റർമിൻ്റ് കണ്ടേ. ഡിറ്റർമിൻ്റ് എന്താ വരിക? 2 × 1 2 -1 × 3 3 2 - 3 പറഞ്ഞാൽ -1. അപ്പോൾ ബൈ -1. ഇതാണ് A ഇൻവേഴ്സ് ആണ് എന്ത്? 1 - 3 -1 2 ബൈ -1. ഓക്കെ, ഇവിടെ -1 ആയതുകൊണ്ട് എന്താ ചെയ്യുക? ഓരോന്നിലേക്ക് മൈനസ് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഇവിടെ വേറെ നമ്പർ ആയിരിക്കും. അപ്പോൾ തൽക്കാലം അത് അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ A ഇൻവേഴ്സ് കിട്ടി, അതവിടെ വെച്ചു കേട്ടോ. ഇനി എക്സ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. എന്താണ്? എക്സും വൈയും അല്ലേ? ഇനി നമ്മൾ അപ്ലൈ ഡി ഉണ്ടാക്കിയ പോലെ ഇവിടെ ഒന്ന് ഉണ്ടാക്കും മെട്രിക്സ്. അത് സി ആണ്. സി എന്താന്ന് നോക്കിയേ. ഇവർ യൂസ് ചെയ്തിട്ടില്ല, കണ്ടോ? അപ്പോൾ അവരാണ് നമ്മുടെ സി. എന്താണ്? 5ഉം 2ഉം. അങ്ങനെയാണെങ്കിൽ ഈ ഈക്വേഷനും കൂടി പഠിച്ചു വെക്കണം. എക്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സ് ഇൻറ്റു സി ആണ്. ഓക്കെ, ഇത് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. A ഇൻവേഴ്സ് ഇൻറ്റു സി ആണ് എക്സ്. അതായത് നമ്മുടെ ഈ എക്സ് വൈ എന്ന് പറയുന്നത് A ഇൻവേഴ്സ് നമുക്ക് കിട്ടി, ഇൻറ്റു സി ആണ്. സി നമുക്കറിയാം, നമുക്ക് ഇൻറ്റു ചെയ്യാനും അറിയാം. അപ്പോൾ ആൻസർ കിട്ടും. A ഇൻവേഴ്സ് എന്താണ്? 1 - 3 1 - 3 -1 2 ബൈ -1 അല്ലേ? തൽക്കാലം അത് അങ്ങനെ തന്നെ ഇടുക. -1 ആയതുകൊണ്ട് ശരിക്കും ഉള്ളിക്ക് എളുപ്പമാണ്. പക്ഷെ വേറെ നമ്പർ ആകുമ്പോൾ നമുക്ക് തൽക്കാലം അത് അവിടെ വെക്കുന്നത് നല്ല. അപ്പോൾ ഇവരെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഇവരെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇവരെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഇതിൻ്റെ റോ അല്ലേ, എങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചെന്ന്, ഇതിൻ്റെ കോളം. അപ്പോൾ 2 × 2 ആണ്, ഇത് 2 × 1 ആണ്. അപ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2ഉം 1ഉം 2 × 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1ഉം ഇല്ലേ, 1 3 ഇതും അല്ലേ. അപ്പോൾ 1 × 5 5 പ്ലസ് -3 × 2 -6. ഇവരെ ആഡ് ചെയ്തിട്ട് സിംഗിൾ നമ്പറാണ് എഴുതണം. ഇനി അടുത്തത് ഈ റോ -1 × 5 -5 പ്ലസ് 2 × 2 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 5 × 5 പ്ലസ് -6 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? -5 പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. ഓക്കെ, ഇതാണ് ഇവിടെ കിട്ടിയത്. ഇവർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ബൈ എന്തുണ്ട്? -1 എന്നുണ്ട്. നമുക്ക് എന്താണ് നമ്പറിൽ അതുണ്ട് അല്ലേ? അപ്പോൾ ആ നമ്പറിനെ നമ്മൾ ഈ ഓരോ നമ്പറിലേക്കും കൊടുക്കുക. അപ്പോൾ -1 ബൈ -1. ഇനി ഈ നമ്പറിലും -1 ബൈ ഇവിടുത്തെ ഈ നമ്പർ -1. എന്താ? -1 ബൈ -1 എന്ന് പറഞ്ഞാൽ 1. -1 ബൈ -1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആൻസർ 1 1. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് 1 1 ആണെന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? എക്സ് 1 ആണ്, വൈ 1 ആണ്. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കട്ടെ. സ്പേസ് കഴിഞ്ഞു. ഞാൻ ചെറുതായിട്ട് ഹിൻറ്റ് തന്നിട്ട് നിർത്താം. 5x + 2y = 4.
പിന്നുള്ളത് 2x മൈനസ് വൈ ഈക്വൽ ടു 7. എ ഇൻവേഴ്സ് വെച്ച് കാണണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എ ഉണ്ടാക്കുക. നമുക്ക് എയും എക്സും സിയും ഉണ്ടാക്കി വയ്ക്കാം. എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് 5ഉം 2ഉം 5 2. ഇനി വൈൻ്റെ കോഎഫിഷ്യൻസ് 2. ഇവിടെ എന്തായിരിക്കും? വൈ എന്ന് മാത്രമേ ഉള്ളൂ, മൈനസ് വൈ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 ആണ്, പിന്നെ ഈ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ അല്ലേ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 7. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിൻ്റ് എ. അഡ്ജോയിൻ്റ് എ എങ്ങനെയാണ് കാണുക? 5ഉം ഇവരെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ -1 5. മറ്റേ അവരെ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട, പക്ഷേ സൈന് മാറ്റണം. ഇവിടെ രണ്ടും പോസിറ്റീവ് അല്ലേ, ഇപ്പോൾ ഇവിടെ മൈനസ് അല്ലേ. ഇനി ഡിറ്റർമിൻ്റ് കാണണം. ഡിറ്റർമിൻ്റ് എന്താ ചെയ്യേണ്ടത്? 5 × -1 -5 മൈനസ് 2 × 2 4. അപ്പോൾ -5 -4 ചെയ്താൽ -9 കിട്ടും. കണ്ടോ? ഇതപ്പോൾ അവിടെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു സി അല്ലേ. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1 -2 -2 5 ബൈ -9 ഇൻറ്റു സി എന്താണ്? 4 7. ഓക്കെ, അപ്പോൾ -9 അവിടെ ഇരിക്കട്ടെ, മറ്റേത് മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം. -1 × 4 -4. ഓക്കെ, ഞാൻ തൽക്കാലം അത് പുറത്ത് ചെയ്യുന്നുണ്ട്. പ്ലസ് -2 × 7 -14. അപ്പോൾ ഇവർ ആഡ് ചെയ്ത് എത്ര വരിക? -18 എന്ന് വരും. ഇനി -2 × 4 -8 പ്ലസ് 5 × 7 35. ഇവരെ ആഡ് ചെയ്ത് നമുക്ക് എത്ര വരിക? 27 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇവരെ -18നെയും -9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 27നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് -18 ബൈ -9. കാൽക്കുലേറ്ററിൽ ഇട്ടോളൂ, ഒരു പ്രശ്നമില്ല. ആൻസർ വരിക 2 വരും. 27 ബൈ -9 ഇട്ട് കൊടുത്ത് നോക്കൂ, -3 എന്ന് വരും. അപ്പോൾ എക്സ് 2ഉം വൈ -3 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഡിറ്റർമിനൻസ് നന്നായി പഠിക്കുക. ക്രാമർ റൂൾ ഓർ എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് നല്ല തറവാക്കി വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ക്രാമർ റൂൾ വിടണ്ട. എങ്ങാനും ഓർ ക്വസ്റ്റ്യൻ വേറെ മാറിപ്പോയി കഴിഞ്ഞാൽ ക്രാമർ റൂൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.